തിന്മ എല്ലായ്പ്പോഴും പുറത്തു നിന്ന് വരണമെന്നില്ല. ചിലപ്പോൾ അത് വർഷങ്ങളായി ഒരു കുടുംബത്തിനുള്ളിൽ അടഞ്ഞുകിടക്കുന്ന നിശബ്ദതയെ മാത്രം ഉണർത്തുമെന്നാണ്. ഇവിൾ ഡെഡ് ബേൺ ആ ഉണർവിൻ്റെ പേരാണ്. ഇവിൾ ഡെഡ് ഫ്രാഞ്ചൈസികളിലെ ഒരു പുതിയ അധ്യായം ഭീകരതയെ ശപിക്കപ്പെട്ട പുസ്തകത്തിൽ മാത്രം ഒതുക്കുന്നില്ല. ഇവിടെ ഡെഡിറ്റ് കേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ഭൂതബാധയല്ല, മനുഷ്യരുടെ ഉള്ളിൽ ഇതിനകം പടർന്നു കിടക്കുന്ന വെറുപ്പ്, കുറ്റബോധം, നിഷേധം, അധികാരബോധം എന്നിവയ്ക്ക് ശരീരം ലഭിക്കുന്ന അവസ്ഥയായിട്ടാണ് സിനിമയിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ ആക്രമണത്തിനും മുമ്പ് ഒരു വൈകാരിക വിള്ളൽ ഉണ്ടാവുന്നത്. ആദ്യം ബന്ധങ്ങൾ തകരുന്നു, പിന്നീട് ശരീരങ്ങളിലേക്ക്. ഇപ്പോൾ ഹണ്ടർ ഡുഹാൻ എടുത്താലും, ലൂസിയാൻ ബുക്കാനാണെങ്കിലും, സൗഹീല യാക്കൂബ്, ടാൻഡി റൈറ്റ്, ജോർജ് പുല്ലാറ്, എറോഷാൾഡ്, മോഡ് ദേവി, ഇവരുടെയൊക്കെ ഫിസിക്കൽ കമ്മിറ്റ്മെൻറ്റും ശക്തമായ സ്ക്രീൻ പ്രസൻസും ഓരോ കഥാപാത്രത്തെയും ഭീകരതയുടെ എക്സ്റ്റൻഷൻ ലെവൽ പീക്കാണ് നമുക്ക് തിയേറ്ററിൽ ലഭിക്കുന്നത്. ഭർത്താവിനെ നഷ്ടപ്പെട്ട ആലീസ് അനുശോചനം തേടിയാണ് ഈ ഭർത്താവിൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. എന്നാൽ അവിടെ അവളെ കാത്തിരിക്കുന്നത് സ്നേഹമല്ല, സംശയവും കുറ്റപ്പെടുത്തലും ഒക്കെയാണ്. ഈ മാനസിക സംഘർഷത്തിനിടയിൽ ഇപ്പോൾ ഡെഡിറ്റ് കടന്നു വരുമ്പോൾ സിനിമയുടെ ഹൊറർ അതീന്ദ്രിയതയേക്കാളൊക്കെ മാനുഷിക ബന്ധങ്ങളുടെ തകർച്ചയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ പറ്റും. ആദ്യ പകുതി യാതൊരു മടിയും കൂടാതെ വിസറൽ വയലൻസിലേക്കാണ് കടക്കുന്നത്. സിനിമയുടെ ഭംഗി എന്ന് പറയുന്നത് രക്തച്ചൊരിച്ചിലല്ല, അതിൻ്റെ കൃത്യമായ പേസിംഗ് തന്നെയാണ്. ഒരു രംഗം അവസാനിക്കുമ്പോഴേക്കും അടുത്ത ഒരു ദുരന്തം വാതിൽ തുറക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓരോ ഏറ്റുമുട്ടലും കൃത്യമായ താളത്തിൽ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. അതിനാലാണ് ഈ പ്രവചനീയത പോലും സിനിമയുടെ മൊമെൻറ്റം തകർക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. ഇപ്പം സംവിധായകന് സെബാസ്റ്റ്യൻ വാനിസക്ക് ഈ ഭീകരതയുടെ വിവിധ വശങ്ങളെ ചേർന്ന് സ്ലോ ബേണിംഗ് ആയിട്ടുള്ള ഒരു ഡ്രെഡ് നിർമ്മിക്കുന്ന പോലെയാണ്. ഭയം കാണിക്കുന്നതിന് മുമ്പ് തന്നെ അത് അനുഭവിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത്. അത് തിയേറ്ററിൽ വർക്കാവുന്നുണ്ട്. ക്ലൈമാക്സ് ആരംഭിച്ചാൽ സിനിമ പിന്നെ ശ്വാസം വിടുന്നില്ല. ഓരോ മിനിറ്റിലും റെലൻലെസ് ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂഷൻ നമുക്ക് അനുഭവപ്പെടും. അവസാന ഫ്രെയിം കഴിഞ്ഞിട്ടും ചാവ അവസാനിക്കുന്നില്ല എന്ന സൂചന നൽകുന്ന ഒരു സമാപനമാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഡെഡിറ്റ് എന്നത് സിനിമയിലെ രോഗബാധിതനായ മനുഷ്യനല്ല. ഈ കാൻഡേറിയൻ ഡെമൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ആദിമ ദുഷ്ടശക്തി എന്നൊക്കെ പറയുന്നത് കൈവശപ്പെടുത്തിയ മനുഷ്യനാണ്. ഇപ്പോൾ ഇവിൾ ഡെഡ് ബേണിൽ ഈ ശാപം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്ന അവസാനമില്ലാത്ത ദുരന്തമായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാൻഡേറിയൻ ഡാഗറൊക്കെ ഉണ്ട്, ശരിക്കും ഡെഡിറ്റുകളെ നശിപ്പിക്കാൻ കഴിയുന്ന പുരാതന കത്തിയുടെ കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ താൽക്കാലികമായ വിജയമേ സിനിമയിലുള്ളൂ. ഇപ്പോൾ കാൻഡേറിയൻ ശക്തിയെ ഉണർത്തുകയും ഈ ഡെഡിറ്റിൻ്റെ ശാപങ്ങളെ ആരംഭിക്കുകയും ചെയ്യുന്ന ശപിക്കപ്പെട്ട ഗ്രന്ഥം ഉണ്ടെങ്കിലും, ഇപ്പം നെക്രോനോമിയോൺ എന്ന് പറയുന്ന ബുക്കൊക്കെ ഉണ്ടെങ്കിലും അതിലും ഇതിനുള്ള കൃത്യമായ ഒരു അവസാനം പറയപ്പെടുന്നില്ല. ഈ പ്രവചനീയമായ കഥയാണ്, പക്ഷേ നിർദ്ദയമായ ഒരു എക്സിക്യൂഷനും കൊണ്ട് ഇതിൻ്റെ അവസാന ഫ്രെയിം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു പക്ക തിയേറ്റർ അനുഭവം സിനിമയ്ക്കുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് തിയേറ്ററിൽ ആസ്വദിക്കാം.